പിളരാൻ അതെ ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി പിളരുമെന്ന് എന്നാ കുന്നോ പിളരുന്നത് രണ്ട് കാലയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കീറ അത് അങ്ങനെ പിളരാം വേറെ മാർഗമില്ല. തോറ്റിട്ടും ജോർജ് ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ലഡു വേണോ? വാങ്ങിച്ചില്ല, ഇന്ന് വൈകുന്നേരം വാങ്ങിക്കണമെന്നിരുന്ന എങ്ങനെ ജയിച്ചാൽ തരാമെന്നല്ലേ സമോസ തരാൻ പ്ലാനിട്ട് വേണോ? ഞാൻ എപ്പോഴാണ് കരഞ്ഞേണ്ടിട്ടുള്ളത് നിങ്ങൾ? എനിക്ക് ജനവിധി മാനിക്കുക എന്നുള്ളതിൻ്റെ മര്യാദ. ജയം ഒരു തെരഞ്ഞെടുപ്പാണ്, ജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും. അതിന് രണ്ട് ജയത്തെയും പരാജയത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കണം, മര്യാദ കാണിക്കണം. മനസ്സിലായില്ലേ? അതല്ലാതെ ഞാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജയിച്ചാൽ പ്രകടനം പോലും ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്തിനു തോറ്റവരെ അടക്കി തട്ടേണ്ട കാര്യം നമുക്ക് തന്നെ. തോറ്റു ജനകീയമായ കമ്മിറ്റികൾ കൂടിക്കൊണ്ട് വികസന പ്രവർത്തനം നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞു. അത് വേണ്ടാന്ന് ഞാനും പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് സ്വസ്ഥത കിട്ടി, അത്രേ ഉള്ളൂ. ഇത് 10ാമത്തെ അംഗമാണ്. അതെ, ഷോൺ ജോർജ് പറഞ്ഞത് ഇനി പാലായിൽ സജീവമായിട്ടുണ്ടാവുന്നു. പൂഞ്ഞാറിൽ PC സജീവമായിട്ടുണ്ടാവും. ഞാൻ പിന്നെ ഇവിടെ പോകാൻ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ നാട്ടിൽ കാണും, പൊതുപ്രവർത്തകനായിരിക്കും, മാന്യമായ പൊതുപ്രവർത്തനം നടത്തും, എല്ലാത്തിലും ഇടപെടും. ഒരു സംശയം വേണ്ട. ജയിച്ചവരെല്ലാം കൂടി സൂചിച്ച് കിടക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. തെരഞ്ഞെടുപ്പ് വന്നാൽ ആരെയും കൊണ്ട് മത്സരിക്കും. ഇത്തവണ ഞാൻ പറയട്ടെ, കേട്ടോ, ഇത്തവണ മത്സരിക്കുന്നില്ലെന്ന് കാലെ പിടിച്ച് ഞാൻ പറഞ്ഞതാണ്. എല്ലാവരോടും ചോദിച്ചു, രാജചന്ദ്രൻ അദ്ദേഹത്തോട് ചോദിക്കൂ, എനിക്ക് പറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ശക്തമായ നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം വന്ന് ന്യായമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ മത്സരിച്ചില്ലായിരുന്നു, BJP അവിടെ പോയി. ഇവിടെ അതാണ് പ്രശ്നം. അല്ല, തൃപ്തികരമാണ് ഷോണിൻ്റെയും താങ്കളുടെയും